ചെഗുവേര കൂറിലോസിനെയും പ്ലം കേക്ക് തൊപ്പിക്കാരനെയും സമരത്തിനിറക്കിയതാര്? ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരത്തിൽ ഇന്ന് പ്രസംഗകരായി യാക്കോബായ സഭയിലെ മുൻ നിർണം മെത്രാൻ ചെഗുവേര കൂറിലോസും പെടുമരണമടഞ്ഞ KP യോഹന്നാന്റെ തീപ്പെട്ടി സഭയിലെ പ്ലം കേക്ക് തൊപ്പിക്കാരനും സർക്കാരിനെ തെറിവിളിക്കുവാനാണ് രണ്ടുപേരെയും കളത്തിലിറക്കിയത്. ഈ രണ്ടുപേർ പ്രസംഗിക്കുവാൻ വന്നതുകൊണ്ട് തന്നെ ആശാവർക്കർമാർക്ക് ഇനി കൂടുതൽ ആശയൊന്നും വേണ്ട. ഇവർ പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ സമരത്തിന്റെ സകല ഗരിമയും പോയി എന്ന് ചുരുക്കം. ഭദ്രാസന ഭരണം ലാഭകരമല്ലെന്ന് മനസ്സിലാക്കി ചാരിറ്റി കച്ചവടത്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ. KP യോഹന്നാന്റെ തീവട്ടി സഭയുമായി ബന്ധപ്പെട്ട കടത്തലുകളിൽ അദ്ദേഹം വ്യാപൃതനുമായിരുന്നു. കഴിഞ്ഞിടെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിടന്ന 15 ലക്ഷത്തിൽ പരം രൂപ കള്ളന്മാർ കൊണ്ടുപോയിരുന്നു. പഴയ സഹാവായ മനുഷ്യമതിൽ കെട്ടുവാൻ വിശ്വാസികളെ അടക്കം കളത്തിലിറക്കിയ ഈ മെത്രാൻ എന്തുകൊണ്ടോ ഇപ്പോൾ പിണറായിയെ തെറിപറഞ്ഞു നടക്കുകയാണ്. അതുപോലെ KP യോഹന്നാൻ നൈറ്റിയിട്ട് ബിഷപ്പായപ്പോൾ പെന്തക്കോസ്ത് സഭയായ IPCയിൽ കൈകുട്ടിപ്പാട്ടുമായി നടന്നിരുന്ന ജോജു പാച്ചർ എന്ന ജോജുവിനെയും പിടിച്ച് ചുവന്ന നൈറ്റിയും പ്ലം കേക്ക് തൊപ്പിയും വെപ്പിച്ചിരുന്നു. ബിഷപ്പാക്കി ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ഹവാല സെന്ററിന്റെ ഏജന്റുമാക്കി. ഇയാളും ചെഗുവേര കൂറിലോസിനോടൊപ്പം ഇന്ന് സമരത്തിനുണ്ടായിരുന്നു. കാര്യമായി പ്രസംഗിക്കുവാൻ അറിയാത്തത് കൊണ്ട് വെറുതെയിരുന്നു. ആശാവർക്കർമാർ സമൂഹത്തിന് നൽകുന്ന സേവനം വിലമതിക്കാനാവാത്തതാണ്. അവർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഉചിതമായ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർക്കാർ ഈ അടിസ്ഥാന വിഭാഗത്തെ കൈപിടിച്ചുയർത്തുക തന്നെ വേണം. പക്ഷേ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് ചോദിച്ചതുപോലെ ഈ പൂച്ചാണ്ടി ബിഷപ്പുമാർക്ക് ഈ സമരക്കൂട്ടായ്മയിൽ എന്താണ് കാര്യം? മേലനങ്ങി പണിയെടുക്കാതെ ചുമല നൈറ്റിയും ഇട്ട് കോമാളി തൊപ്പിയും വെച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇവന്മാർക്ക് ഇവിടെ എന്ത് കാര്യം? ചെഗുവേര പിണറായി വിജയനെ തെറിവിളിച്ചാൽ അത് മാപ്രശ്രദ്ധ നേടും എന്നതുകൊണ്ടാവണം സംഘാടകർ ഈ പൂച്ചാണ്ടികളെ പരിപാടിക്ക് വിളിച്ചത്. KP യോഹന്നാനെ പൂശിക്കളഞ്ഞത് കൊണ്ട് ഇപ്പോൾ ആ കൂട്ടായ്മയിലെ കൂതാശപ്പണിക്കാരന്മാർക്ക് ശമ്പളം പോലും കിട്ടുന്നില്ല. ജോജുവിന് പോലും ഇന്ന് ആ കാണുന്ന ചുവന്ന നൈറ്റി മാത്രമേ ഉള്ളൂ. 15 കിലോ പച്ചരിയും പച്ചക്കറിയുമാണ് പണ്ടപ്പള്ളി പിതാവ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ട് പോരെ ആശാവർക്കർമാരെ നന്നാക്കാൻ ഇറങ്ങാൻ. ഇനി ആ പഴയ സഹാബ് ചെഗുവേര കൂറിലോസിന്റെ പ്രസംഗം കേൾക്കാം. ആശാ വർക്കേഴ്സിന്റെ ഈ സമരം ഒരു ഇടതുപക്ഷ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാൽ കൂരായണ കൂരായണ. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ പ്രളയത്തിന്റെ കെടുതിയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തെ രക്ഷിച്ചത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ. അവരെ അന്ന് അഭിമാനപൂർവ്വം വിളിച്ചത് കേരളത്തിന്റെ രക്ഷാസൈന്യം എന്നായിരുന്നു. പക്ഷെ പ്രളയമൊക്കെ ഒഴിഞ്ഞപ്പോൾ നമുക്ക് അവര് വെറും മത്സ്യത്തൊഴിലാളികൾ മാത്രമായി മാറി. വിഴിഞ്ഞമെന്ന തുറമുഖ പദ്ധതിയൊക്കെ വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത്. ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവരെ വേണ്ട എന്നുള്ള ചിന്ത. അതുപോലെയാണ് നമ്മുടെ നാടിനെയും ലോകത്തെയും നടുക്കിയ കൊറോണ വൈറസിന്റെ ആ കടന്നുവരവ്. കോവിഡ് എന്ന വലിയ മഹാമാരി ലോകത്തെ മുഴുവൻ അതിന്റെ വരുതിയിൽ നിർത്തിയപ്പോൾ ഈ കൊച്ചു കേരളം പിടിച്ചു നിന്നത്, അതിനെ പ്രതിരോധിച്ചത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ആ കെൽപ്പ് കൊണ്ടാണ്, ശക്തി കൊണ്ടാണ്. അതിന് മുന്നിൽ നിന്ന് നയിച്ച ആരോഗ്യരംഗത്തെ മലയാളത്തിന്റെ കേരളത്തിന്റെ കാലാൾപ്പടയാണ് ഇവിടെ ആശാ വർക്കേഴ്സ് എന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അന്ന് അവരെ നമ്മൾ വാനോളം പാടിപ്പുകഴ്ത്തിയെങ്കിൽ ഇന്ന് നമ്മൾ അവരെ പാടെ അവഗണിക്കുകയാണ്, സർക്കാർ ഉൾപ്പെടെ. ആ അവഗണനയ്ക്കെതിരെയാണ് ശക്തമായ ഒരു സമരത്തിലേക്ക് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ഇറങ്ങി വരേണ്ടി വന്നു. MN വിജയൻ മാഷിന്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ആദ്യം പണിയേണ്ടത് അടിത്തറയാണ്, പിന്നീടാണ് ഉത്തരം പണിയുന്നത്.
കെട്ടിടം തകർക്കുമ്പോഴാണ് നമ്മൾ ഉത്തരത്തിൽ നിന്ന് തുടങ്ങുന്നതും അടിത്തട്ടിലേക്ക് വരേണ്ടതും. പക്ഷെ നമ്മൾ വികസനത്തിന്റെ പേരിൽ പണിയുന്നതല്ല മുകൾ തട്ടിൽ നിന്ന്. ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്, ആശ എന്ന വാക്ക് ഇംഗ്ലീഷിലെ ഒരു പദസമുച്ചയത്തിന്റെ അബ്രീവേഷനാണ്. അതിന്റെ അവസാനത്തെ ആക്ടിവിസ്റ്റ് എന്നാണ്. ആരോഗ്യ മേഖലയിലെ ആക്ടിവിസ്റ്റുകളാണ്. ഞാനും എന്നെ സ്വയം അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ്. ഒരു ബിഷപ്പ് എന്ന സ്ഥാനം പോലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ സമരങ്ങളിൽ ഞാൻ ഇത് ആദ്യമായിട്ടല്ല പങ്കെടുക്കുന്നത്. ഈ വേദിയിൽ തന്നെ, ഇവിടെ തന്നെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആശാ വർക്കേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഒരു സർക്കാരിനും ഒരു പൊതുസമൂഹത്തിനും കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഓരോ മനുഷ്യനും ഈ സഹോദരിമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് മഹാമാരിയുടെ കാലത്ത് ഇവരെ കാലാൾപ്പട എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മൈലുകൾ താണ്ടി നടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ പുണ്യപ്രവൃത്തി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒന്നാം സ്ഥാനത്താണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷം. പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ ബലത്തിലാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. സമ്പന്നന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, അങ്ങനെയല്ല ഇക്കോണമി വളർത്തേണ്ടത്. അടിത്തട്ടിനെ സംരക്ഷിക്കാതെ നമുക്ക് മുകൾ തട്ടിൽ എത്തുവാൻ സാധ്യമല്ല എന്നൊരു ഓർമ്മക്കുറിപ്പാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത്. 7,000 രൂപ ഓണറേറിയം, അത് തന്നെ മുഴുവൻ അവർക്ക് കിട്ടുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ കൊച്ചയൽ സംസ്ഥാനമായ കർണാടകത്തിൽ 10,000 രൂപ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അതും കുറവാണ്. ഇന്ന് വിലക്കയറ്റവും ഒക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു കുടുംബം 7,000-ഉം 10,000 രൂപ കൊണ്ട് ഒരു മാസം മുന്നോട്ട് നീങ്ങുവാൻ കഴിയുക? തികച്ചും അസാധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. ഉപരിവർഗത്തിന്, കുബേരവർഗത്തിന് വലിയ സാധ്യതകൾ, വലിയ ശമ്പള വർധനവും ഒക്കെ ഇവിടെ കൊടുക്കുമ്പോഴും ഈ അടിത്തട്ടിനെ, സാധാരണക്കാരെ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കേഴ്സ്, ഇവരെയൊക്കെ പാടെ അവഗണിക്കുന്ന, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു ജോലി മേഖലയായിട്ട് ഈ ആശാ വർക്കേഴ്സ് മാറിയിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് പെൻഷനില്ല. അവരെ ജോലിയിൽ നിന്ന് ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് പിന്നീട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ രംഗത്തും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാ വർക്കേഴ്സ്, പേരിൽ മാത്രമേ ആശയുള്ളൂ. യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകണം. അതുകൊണ്ട് ഇവരാവശ്യപ്പെടുന്ന ന്യായമായ ശമ്പളം, അലവൻസുകൾ, അവരുടെ പെൻഷൻ സംബന്ധിച്ചുള്ള ധാരണകൾ, ഇതെല്ലാം കൃത്യമായി ഒരു ചർച്ചയിൽ കൂടി ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് വയ്ക്കുന്ന അഭ്യർത്ഥന ഇതാണ്. നമ്മുടെ ഈ കാലാൾപ്പട ഇനിയും വെയിൽ കൊള്ളിക്കാതെ, അവരുടെ ക്ഷമ പരീക്ഷിക്കാതെ, ഞാൻ അറിയുന്ന 20-ാം തീയതി ഇവിടെ ഒരു മഹാസംഗമം നടക്കാൻ പോവുകയാണ്. കേരളത്തിലുടനീളമുള്ള ആശാ വർക്കേഴ്സ് മുഴുവൻ കേരളത്തിന്റെ തലസ്ഥാനത്ത് സംഗമിക്കുകയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇനി കരഞ്ഞാൽ മാത്രം പോരാ, സമരം ചെയ്യേണ്ടി വരും, എന്നാലേ പാല് ലഭിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിൽ മറ്റു മാർഗമില്ലാതെ അവരിവിടെ സംഗമിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സർക്കാർ ഇടപെടൽ നടത്തി ഇവരുടെ ന്യായമായ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വയ്ക്കാനുള്ളത്. നമ്മുടെ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്കറിയാം.
കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നുണ്ട്, അതൊക്കെ അറിയാം. പക്ഷേ അതിന്റെ മധ്യത്തിലും അടിത്തട്ടിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. മറ്റു മേഖലകളിലെ ചെലവുകൾ കുറച്ച് അടിത്തട്ടിന് കൂടുതൽ പണം ലഭ്യമാക്കുന്ന, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയവ്യത്യാസത്തിലേക്ക് സർക്കാർ കടന്നു വരണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.